به أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിർമ്മിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് എന്താണോ അവൻ നിർമ്മിക്കുന്നത്, ഇനി എന്താണോ ദുനിയാവിൽ ഉണ്ടാവാൻ പോകുന്നത് അതെന്ത് എന്നെഴുതി വെച്ചു. 50,000 വർഷം മുമ്പ് അന്നെന്താണോ അള്ളാഹു തീരുമാനിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചത് അതേ ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയുള്ളൂ. അത് ഖൈറാവട്ടെ ഷർറാവട്ടെ. അത് അങ്ങനെ വിശ്വസിക്കൽ ഈമാനിന്റെ അർക്കാനിൽപ്പെട്ടതാണ്. കാരണം നമ്മൾ അർക്കാനുൽ ഈമാൻ 6 പഠിച്ചു. അതിൽ 6ാമത്തേതാണ് വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണ്. അവിടെ ഒരു വിഷയം നമ്മൾ അറിയേണ്ടത്, ഖൈർ അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലായി നല്ല കാര്യങ്ങൾ. എന്നാൽ ഷർറും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വശർറു ലൈസ ഇലൈക്. അള്ളാഹുവേ, ഷർറ് നിന്നിലേക്ക് ചേർത്തി പറയപ്പെടുന്നതല്ല. എങ്കിൽ എന്താണ് അതിന്റെ വ്യത്യാസം? ചില ഖായിദകളുണ്ട്. അതായത് ഖൈറും ഷർറുമായ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് അല്ലാഹു അലം. കള്ളുകുടി, വ്യഭിചാരം, കൊലപാതകം, തോന്നിയവാസങ്ങൾ, വൃത്തികേടുകൾ ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? അല്ലാഹുവാണ്. അത് സംശയമില്ല. അപ്പൊ അത് ചെയ്യുന്ന ഒരാൾ നമ്മളോട് ചോദിക്കും, ഇതൊക്കെ അല്ലാഹുവാണ് സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ അത് ചെയ്യുന്ന ആളെ അല്ലാഹു സൃഷ്ടിക്കുന്നത് എന്തിനാണ്? കാരണം നമ്മളെ വിശ്വാസം എന്താണ്? ഖൈറും ഷർറും ആവട്ടെ എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, തീരുമാനിച്ചതും അല്ലാഹുവാണ്. പിന്നെ ആ ഖൈർ ചെയ്യുന്ന ആൾക്ക് കൂലിയുണ്ട്. ആ കാര്യത്തിൽ ആർക്കും ചർച്ചയില്ല, തർക്കമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. എന്നാൽ ഷർറായ കാര്യങ്ങൾ ഒരു അടിമ ചെയ്താൽ അത് സൃഷ്ടിച്ചവൻ അല്ലാഹുവാണെന്നിരിക്കെ പിന്നെ എന്തിനാ അല്ലാഹു ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആ വിഷയത്തിലുള്ള അഖീദ അല്ലെങ്കിൽ നിലപാട്, ഖൈറിന്റെ കാര്യത്തിൽ സംശയമില്ല. ഷർറ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ ഒരു മോശമില്ല. എന്തുകൊണ്ട്? 50,000 കൊല്ലങ്ങൾക്ക് മുമ്പേ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട് കള്ളുകുടി എന്ന ഷർറ്. പക്ഷെ അല്ലാഹു അതിനെ സൃഷ്ടിച്ചത് കൊണ്ട് അടിമകൾക്ക് എന്തുണ്ടായിട്ടില്ല? കള്ളുകുടി കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ല? കള്ള് എന്ന് പറയുന്ന ഷർറായ സാധനം, അതിനെ അല്ലാഹു നിർമ്മിച്ചു എന്നതിനെ കൊണ്ട് ദുനിയാവിൽ ഒരു ഷർറും ഉണ്ടായിട്ടില്ല. സംഭവം മനസ്സിലായോ? വ്യഭിചാരം എന്ന് പറയുന്ന സംഗതി അല്ലാഹു കാക്കട്ടെ, അതും അല്ലാഹു സൃഷ്ടിച്ചതാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ സിന എന്ന് പറയുന്ന ആ ഒരു സംഗതി സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു ഷർറും ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. കൊലപാതകം ഒരു ഷർറാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ കൊലപാതകം എന്ന് പറയുന്ന അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ എന്ന് പറയുന്ന വസ്തുക്കളെ സൃഷ്ടിച്ചത് കൊണ്ട് ദുനിയാവിൽ ഒരു ഷർറുണ്ടായിട്ടില്ല. പക്ഷെ ഷർറുണ്ടായത് എപ്പോഴാ? ഈ പറയപ്പെട്ടതിനെ മനുഷ്യൻ അവന്റെ ഇഖ്തിയാർ ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണ്, വശർറു ലൈസ ഇലൈക്. ദുനിയാവിൽ എന്തെങ്കിലും ഷർറുണ്ടായാൽ അല്ലാഹുവേ അത് നിന്നിലേക്ക് നമ്മൾ ചേർക്കൂല. ഷർറ് സൃഷ്ടിച്ച നീയാണ്. പക്ഷെ ആ ഷർറ് കൊണ്ട് ദുനിയാവിൽ അപകടമുണ്ടായത് മനുഷ്യൻ അത്
ചെയ്തത് കൊണ്ട്. ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യൻ അത് ചെയ്യാനുള്ള ഇഖ്തിയാർ അതവന് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അള്ളാഹു അതിനെ സൃഷ്ടിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു റബ്ബ്? ഞാൻ കള്ളെന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, കുടിച്ചോന്നല്ല, കുടിക്കരുത്. സിനാ എന്ന് പറയുന്ന ഒരു ഷർറുണ്ട്, ലാ തഖറബു, നിങ്ങൾ അടുക്കരുത്. കൊലപാതകമുണ്ട്, ലാ തഖ്തുലു, നിങ്ങൾ കൊല്ലരുത്. കളവുണ്ട്, നിങ്ങൾ കക്കരുത്. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ട് ആ കാര്യം ഷർറാവുന്നില്ല. മറിച്ച് എപ്പോഴാണോ അത് ഒരു അടിമ ചെയ്യുന്നത് ആ സമയത്താണ് ആ ഷർറിന്റെ അപകടം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു ഷർറ് കൊണ്ടുണ്ടായ ദുരന്തത്തെ ആരിലേക്ക് ചേർക്കരുത്? അള്ളാഹുവിലേക്ക് ചേർക്കരുത്. മറിച്ച് അത് സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ്. പക്ഷെ ആ ഷർറ് കൊണ്ട് അപകടമുണ്ടായത് അത് മനുഷ്യൻ അതിനെ ഇഖ്തിയാർ ചെയ്തപ്പോഴാണ്. അപ്പൊ എന്തിനായിരിക്കും ഒരു ഷർറിനെ ഇഖ്തിയാർ ചെയ്യുന്ന അടിമയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്? ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം സൂക്ഷിക്കാതെ അത് ചെയ്യുക എന്ന കാര്യത്തെ ഇഖ്തിയാർ തെരഞ്ഞെടുത്തത് കൊണ്ട്. അയ്യുക്കും അഹ്സനു അമൽ, അതായത് എന്ത് സ്വീകരിക്കണം, എന്ത് തെരഞ്ഞെടുക്കണം, ആ ഇഖ്തിയാർ മനുഷ്യൻ അള്ളാഹു കൊടുത്തതാണ്. അത് ആ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. അതിനുള്ളതാണ് എന്ത്? ശിക്ഷ. മനസ്സിലായില്ല? ഒരുത്തൻ കള്ളുപിടിച്ചു. നമ്മൾ പോയിട്ട് പറഞ്ഞു, അല്ലടാ നീ എന്തിനാ കള്ളുപിടിക്കുന്നത്? അത് അള്ളാന്റെ ഖദറല്ലേ, അതുകൊണ്ട് ഞാൻ കുടിച്ചല്ലേ. ഷെറിലാണ് പൊതുവെ ഇത് മനുഷ്യന്മാര് ചോദിക്കുക. ഒരാളിപ്പോ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു പാതിരാത്രി. നമ്മൾ പോയി ചോദിച്ചു, എന്തിനാണ് തഹജ്ജുദ് നിസ്കരിച്ചത്? അള്ളാന്റെ ഖദറല്ലേ. അതിനെപ്പറ്റി ആരും ചോദിക്കുമ്പോൾ ഒന്നുമില്ല. അതായത് സവാബ് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യത്തിൽ ആ ചർച്ചയില്ല. മറിച്ച് ഷെറിന് എന്തുണ്ട്? ശിക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പം ഇനി ചർച്ച വന്നു. അതെന്തിനാ ശിക്ഷിക്കുന്നത്? ഇതെല്ലാം സൃഷ്ടിച്ച അള്ളാഹു എന്നല്ലേ. പിന്നെ നമ്മൾ ചെയ്താൽ പിന്നെ എന്തിനാ വെറുതെ അള്ളാഹു നമ്മളെ അദാബ് തരുന്നത് എന്തിനാ? അവിടെയാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ പഠിപ്പിച്ചത്, ഷർറ് എന്ന് പറയുന്ന കാര്യങ്ങൾ അള്ളാഹു സൃഷ്ടിക്കൽ കൊണ്ട് അതിന് യാതൊരു ഷർറുമില്ല, ഒരു അപകടവും ഇല്ല. മറിച്ച് ആ സൃഷ്ടിക്കപ്പെട്ട ഷർറുകളെ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ചെയ്യരുത്. നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ശിക്ഷിക്കും. ഇഖ്തിയാർ കൊടുത്തു. മനുഷ്യൻ എന്ത് ചെയ്തു? അവന്റെ ഇഖ്തിയാറിനെ അവന്റെ ഇഖ്തിയാറിനെ അത് തെരഞ്ഞെടുക്കാൻ ഉപയോഗിച്ചു. ആ തെരഞ്ഞെടുപ്പിനാണ് എന്ത് അല്ലാഹു കൊടുക്കുന്നത്? ശിക്ഷ കൊടുക്കുന്നത്. കള്ളുപിടിച്ചു, എന്തിനാ അള്ളാഹു ശിക്ഷിക്കുന്നത്? കള്ളല്ലാഹു ഉണ്ടാക്കിയെന്നല്ലേ. ഓനെ കുടിപ്പിച്ച അള്ളാഹു എന്നല്ലേ. അതെ, അള്ളാന്റെ ഖദറിന്റെ കീഴിലാണ് അവൻ കുടിച്ചതും. പക്ഷേ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ ആ പ്രവൃത്തി അവൻ അള്ള കൊടുത്ത ഇഖ്തിയാറിലൂടെ ഉണ്ടായതാണ്. സ്വാതന്ത്ര്യം. എന്താണ് ആ സ്വാതന്ത്ര്യം? ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇവരെന്തിനെ തെരഞ്ഞെടുത്തു? ചെയ്യലിനെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനാണ് അദാബ്. അപ്പൊ അള്ളാഹുവിനെ കുറ്റം പറയാൻ പറ്റൂല. അള്ളാഹ് സൃഷ്ടിച്ചിട്ടല്ല, നീ അത് തെരഞ്ഞെടുത്തുകൊണ്ടാണ് നിനക്ക് അദാബ് വന്നത്. ഒരുത്തൻ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിലോ ഒരു സവാബുണ്ട്, ഒരു കൂലിയും കിട്ടും. അഹ്ലുസ് സുന്നന്റെ ഖൈറും ഷർറിലുമുള്ള ഖദറിലുള്ള നിലപാട് അതാണ്. വശർറു ലൈസ ഇലൈക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ്. അള്ളാഹുവിലേക്ക് ഷർറ് ചേർത്ത് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അതാണ് അഹ്ലുസ് സുന്നയുടെ ഖൈറു ഷർറിലുള്ള അഖീദയുമായി ബന്ധപ്പെട്ട ഉസൂല്. ഉലമാക്കൾ പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ. അശ്ശർറു ഫിൽ മഖ്ദൂരി ലാ ഫിൽ ഖദരി. നമ്മൾ അറിഞ്ഞു വെക്കുന്ന സംഗതിയാണ്. അശ്ശർറു ഫിൽ മഖ്ദൂരി ലാ ഫിൽ ഖദരി. ഒരു ഷർറ് സംഭവിക്കുന്നത് മഖ്ദൂറിലാണ്, ഖദറിലല്ല. ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. ഒരു തെറ്റിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നതുകൊണ്ട് ദുനിയാവിൽ ഒരു ഷർറും സംഭവിക്കുന്നില്ല. എങ്ങനെ? കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് 50,000 കൊല്ലം മുമ്പ് കള്ളല്ലാഹു എഴുതിയിട്ടുണ്ട്, ഒരു ഷർറും ദുനിയാവിൽ ഉണ്ടായില്ല. കൊലപാതകം അല്ലാഹു എഴുതിയിട്ടുണ്ട്, ഒരു ഷർറും ദുനിയാവിൽ ഉണ്ടായില്ല. വ്യഭിചാരം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, ഒരു ഷർറും ദുനിയാവിൽ ഉണ്ടായില്ല. അതുകൊണ്ട് ഷർറ് ലാ ഫിൽ ഖദർ, അള്ളാഹു ആ ഷർറിനെ തീരുമാനിച്ചതിലല്ല, മറിച്ച് എന്തിനാണ്? ഫിൽ മഖ്ദൂർ. ആ തീരുമാനം മനുഷ്യൻ നടപ്പിലാക്കിയതിലാണ് ഷർറ് സംഭവിക്കുന്നത്. നടപ്പിലാക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് അത് നടപ്പിലാക്കിയ ശിക്ഷ എന്തിനാണ്? അള്ളാഹ് സൃഷ്ടിച്ചതിനെ ചെയ്തോണ്ടല്ല, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ നടപ്പിൽ വരുത്താൻ അവൻ അതിനെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനാണ് അള്ളാഹു അവന് ശിക്ഷ കൊടുക്കുന്നത്. ഇനി ഒരുത്തൻ അങ്ങനെ തെരഞ്ഞെടുത്താൽ, അള്ളാഹു സൃഷ്ടിച്ച ഒരു ഷെറിനെ തെരഞ്ഞെടുത്ത് ആ ഷെറിലൂടെ ദുനിയാവിൽ അപകടമുണ്ടായാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയുടെ ഭാഗമാണ് അടുത്ത ഷെറിന്റെ തെരഞ്ഞെടുപ്പ്. മനസ്സിലാക്കണേ. ഒരുത്തൻ കള്ളുപിടിച്ചു, ഏറ്റവും പറഞ്ഞു അള്ളാഹു തീരുമാനിച്ചല്ലേ, അള്ളാഹു തീരുമാനിച്ചല്ലേ, അവൻ ആ വാക്ക് അഹങ്കാരത്തിന്റെ വാക്കാണ്. എന്തുകൊണ്ട്? അള്ളാഹു കള്ള് സൃഷ്ടിച്ചു എന്ന് സത്യമാണ്. സൃഷ്ടിക്കൽ കൊണ്ട് കള്ളിന് യാതൊരു ഷെറുമില്ല. ഒരു കുപ്പി കള്ള് ഇവിടെ കൊണ്ടുവച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഷെറുണ്ടോ? ഇല്ല. പക്ഷെ എന്റെ മുമ്പിൽ അതുണ്ട്. എന്റെ അല്ല, അള്ളാഹു ഒരുത്തന്റെ, എന്റെ എന്ന് അറിയില്ല, ഒരുത്തന്റെ മുമ്പിൽ ആ ഒരു കുപ്പി കള്ളുണ്ട്, ഈ കട്ടൻ ചായ ഉണ്ട്. ഇവിടെ ഈ കള്ളുണ്ടാക്കിയതും അള്ളാഹുവാണ്. അതിന്റെ ഖദർ, ഇതിന്റെ ഖദറും അള്ളാന്റേതാണ്. രണ്ടിന് ഇതിലേത് തെരഞ്ഞെടുക്കണം ആ ഇഖ്തിയാർ എനിക്കുണ്ട്, മനുഷ്യനുണ്ട്. ഒരുത്തൻ എന്ത് ചെയ്തു? അതിനെ വിട്ടിട്ട് ഇതിനെ തെരഞ്ഞെടുത്തു, കള്ളുകുടിച്ചു. ആ തെരഞ്ഞെടുത്തതിന്റെ ഇഖാബ് എന്നോണം ഒരുപക്ഷെ അവൻ ഇനിയും മറ്റൊരു ഷെറിനെ തെരഞ്ഞെടുത്തേക്കാം. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഷെറിന്റെ അദാബാണ് അടുത്ത ഷെർ, ഒരു തെറ്റിന്റെ ശിക്ഷയാണ് അടുത്ത തെറ്റ്, അതിൻ്റെതാണ് അടുത്ത തെറ്റ്. അത് പോയിക്കൊണ്ടേയിരിക്കും. കുടിച്ചോണ്ടിരിക്കും. അത് ഇതിന്റെ അദാബാണ്. അതേസമയം ഒരു നന്മ ഒരുത്തൻ ചെയ്തു, അതിന്റെ സവാബാണ് അടുത്ത നന്മ, അതിന്റെ സവാബാണ് അടുത്ത നന്മ. ഇത് കിടക്കുന്നത് നമ്മളുടെ ഇഖ്തിയാറിലാണ്. ഒമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ട്? ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനാണ് ശിക്ഷയും കൂലിയും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അശ്ശറു ഫിൽ മഖ്ദൂർ. ഷർറെന്ന് പറയുന്നത് ഈ സാധനത്തെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നതിലാണ്, ലാ ഫിൽ ഖദ്രി, അല്ലാഹു അതിനെ സൃഷ്ടിച്ചതിൽ അല്ല. ഇതൊരു പൊതു നിയമമാണ്, ഖാഇദയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? അഫ്ആലുൽ ഇബാദി തുൻസബു ഇലല്ലാഹി ഖൽഖൻ വഈജാദൻ വതഖ്ദീറൻ. ഒരു ഖാഇദയാണ്. അടിമകളുടെ പ്രവൃത്തി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു നേരത്തെ വിധിച്ചത് കൊണ്ട് തന്നെയാണ്, സംശയമില്ല. ആ വിധി അള്ളാഹുവിലേക്ക് ചേർക്കും. എന്നാൽ അതിനെ യാഥാർത്ഥ്യമാക്കുന്നത് അടിമ അവന്റെ പ്രവൃത്തിയിലൂടെയാണ്. ആ പ്രവൃത്തി അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ അള്ളാഹു കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഷർറ് അല്ലാഹു ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തത്. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടല്ല. മറിച്ച് നമ്മുടെ നിലപാട് ഷർറിന്റെ കാര്യത്തിൽ, ഷർറ് സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അതിന് സംശയമൊന്നുമില്ല. സൃഷ്ടിക്കൽ കൊണ്ട് ഒരപകടമില്ല. അതിനെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് ആ ഷർറുണ്ടായത്. ആ ഉപയോഗപ്പെടുത്തലിനാണ് അല്ലാഹു അവന് ശിക്ഷ കൊടുക്കുന്നതും. ഇതാണ് പൊതു നിയമം. വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്ന ഇസ്ലാമിന്റെ ആ റുക്നിൽ, ഖദറിലുള്ള വിശ്വാസത്തിൽ. ഇനി മറ്റൊരു കാര്യം, ഇനി ഒരാള് ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ കള്ളുകുടിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടല്ലേ ഞാൻ കള്ളുകുടിക്കുന്നത്, അല്ലെങ്കിൽ ഒരുത്തൻ വ്യഭിചരിച്ചു, അള്ളാഹ് തീരുമാനിച്ചത് കൊണ്ടല്ലേ. ഈ വർത്തമാനം 3 തരത്തിലാണ്. അതിൽ 2 ജായിസാണ്, 1 ഹറാമാണ്. അങ്ങനെ ഒരു അടിമ പറയൽ 2 കാര്യത്തിൽ അനുവദനീയമാണ്, 1 ഹറാമാണ്. അനുവദിക്കപ്പെട്ട 2 കാര്യങ്ങൾ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകളിൽ എന്തു പറയും? അള്ളാഹുവിന്റെ ഖദാ അല്ലേ, അതുകൊണ്ട് സംഭവിച്ചതാണ്. അത് പറയൽ ജായിസാണ് എന്നല്ല, പ്രതിഫലാർഹമാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറയണം. മുസീബത്തുകളിൽ സബർ വാജിബാണ്. ആ സബറിൽ വരുന്ന വാക്കാണ് എന്ത്? അള്ളാന്റെ ഖദാ സംഭവിച്ചേ പറ്റുള്ളൂ, സംഭവിച്ചു, അത് അനുവദനീയം. 2ാമത്തേത്, ഒരു ശർറുരുത്തൻ ഇഖ്തിയാർ ചെയ്തു, ഒരു ശർറുരുത്തൻ തിരഞ്ഞെടുത്തു, അഥവാ തെറ്റ് ചെയ്തു. പക്ഷെ ആ തെറ്റിൽ നിന്നവൻ പിന്നീട് തൗബ ചെയ്തു. ആ തെറ്റിൽ നിന്നവൻ പിന്നീട് തൗബ ചെയ്തു. തൗബയ്ക്ക് ശേഷം അവൻ എന്തു പറയാം? അത് അള്ളാന്റെ തീരുമാനമായിരുന്നല്ലോ, അതുകൊണ്ട് ചെയ്തു പോയതാണ്.
50 കൊല്ലം ഒരുത്തൻ കള്ളുപിടിച്ചു, ഒരു സുപ്രഭാതത്തിൽ കള്ളുകൂടി ഒഴിവാക്കി. അപ്പൊ അടുത്തേക്കുന്ന ആള് പറഞ്ഞു, നീ 50 കൊല്ലം കള്ളുപിടിച്ചോ? ഇവരെന്ത് പറയാം? അള്ളാഹുവിന്റെ ഖദറിൽ ഉണ്ടായതാണ്, അതുകൊണ്ട് ഞാൻ കുടിച്ചുപോയി, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? തൗബ ചെയ്തു. ഇതും അനുവദനീയമാണ്. ആദ്യത്തെ മുസീബത്ത് ഉണ്ടാവുമ്പോ സബറോട് കൂടി പറയുന്നു, അള്ളാന്റെ ഖദ ക്ഷമിച്ചേ പറ്റുള്ളൂ, ജായിസ്. രണ്ടാമത്തെ തെറ്റ് ചെയ്തു, പക്ഷെ തൗബ ചെയ്തതിന് ശേഷം അവൻ പറഞ്ഞു അള്ളാന്റെ ഖദറായിരുന്നു, ജായിസ്. എങ്കിൽ മൂന്നാമത്തേത് ഹറാമാണ്. ഏത്? അവൻ തെറ്റിൽ അല്ലെങ്കിൽ ഷർറുകളിൽ വ്യാപൃതനായിരിക്കവേ എന്ത് പറയൽ? അള്ളാന്റെ ഖദ അല്ലേ ഇത് പറയൽ ഹറാം. വഹുവ മുസിറുൻ അലൽ മഅസിയ. കള്ളു കുടിച്ചോണ്ടിരിക്കുകയാണ്, കള്ളിന്റെ കുപ്പി കൈവ പിടിച്ചിട്ട് എന്ത് പറയുന്നു? അള്ളാന്റെ തീരുമാനമാണ് ഞാൻ കുടിക്കാൻ, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നത്, കുടിച്ചു. ഇത് ഹറാം, ഇത് അള്ളാഹുവിനെ കളിയാക്കാൻ. തെളിവെന്ത്? സഹീഹ് ബുഖാരി മുസ്ലിം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിൽ നടന്നൊരു സംവാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂസ നബി പറഞ്ഞു ആദം നബിനോട്, അല്ലപ്പാ നിങ്ങളെന്നാ പഴം തിന്നതിനെ കൊണ്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ നിന്ന് പുറത്തായത്, നിങ്ങൾ എന്തിനാ തിന്നാൻ നിന്നത്? അവിടല്ലേ ഇങ്ങനെ സംഭവിച്ച്. അപ്പൊ അതിന് ചോദിച്ചു മൂസ നബിനോട് അലൈഹിസ്സലാം, മൂസ, നിനക്ക് അള്ളാഹു തന്ന തൗറാത്ത് എന്നെ സൃഷ്ടിക്കുന്നതിന് എത്ര മുമ്പ് അള്ളാഹു എഴുതിയതാണ്? അപ്പൊ അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു 40 കൊല്ലം മുമ്പ്. ഹദീസിൽ വന്ന റിവായത്ത് അങ്ങനെയാണ്, 40 കൊല്ലം മുമ്പ്, നിങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ 40 കൊല്ലം മുമ്പ് തൗറാത്ത് അള്ളാഹു എഴുതിയിട്ടുണ്ട്. എങ്കിൽ ആ തൗറാത്തിൽ മൂസ ഇങ്ങനെയില്ലേ? ആദം തന്റെ റബ്ബിനോട് എതിര് കാണിച്ചു എന്ന് അന്ന് തൗറാത്തിലില്ലേ? ഉണ്ട്. അപ്പൊ എന്നെ സൃഷ്ടിക്കുന്നതിന്റെ 40 കൊല്ലം മുമ്പേ അള്ളാഹു എന്തെഴുതിയിട്ടുണ്ട്? ഞാനിത് ചെയ്യൂന്നുള്ളത്. പക്ഷെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അന്നേരം അത് പറഞ്ഞതിന്റെ കാരണം എന്താ അറിയോ? അള്ളാഹ് ചെയ്തു, പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? തൗബ സ്വീകരിച്ചു, പുറത്തു കൊടുത്തതിന് ശേഷം. ചെയ്തു പോയ അബദ്ധത്തിൽ നിന്ന് തൗബ ചെയ്തതിന് ശേഷം ഒരാൾക്ക് ഇങ്ങനെ പറയാം. അതുകൊണ്ട് ആദം നബി അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്യും, അള്ളാഹ് നേരത്തെ തീരുമാനിച്ചല്ലേ, ആ അർത്ഥത്തിലല്ല. അള്ളാഹു റബ്ബ പഠിപ്പിച്ചു കൊടുത്തല്ലോ. എന്താ വാക്ക് ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തേ? അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് പറഞ്ഞു, അള്ളാഹു മാപ്പ് കൊടുത്തു. ഇനി എന്ത് പറയാം? അള്ളാന്റെ ഖദാ കൊണ്ട് സംഭവിച്ചു പോയതാണ്, ഞാനിപ്പോ തൗബ ചെയ്തു, ഇത് അനുവദനീയമാണ്. എന്നാൽ പാപത്തിൽ വ്യാപൃതനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഷർറിനെ ചേർത്ത് പറഞ്ഞാൽ അത് ജായിസ് അല്ല. അപ്പൊ 3 കാര്യങ്ങളാണ് മനുഷ്യൻ അടിമകളുടെ വാക്കിൽ വരുന്ന അനുവദിക്കപ്പെട്ട 2 ഹറാമായ 1. അനുവദിക്കപ്പെട്ട 1 മുസീബത്തുകൾ ജീവിതത്തിൽ വന്നു, എന്തു പറയാം? അള്ളാന്റെ ഖദാ ആണ്, ഖദറാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ്. കച്ചവടം പൊട്ടി, എന്തുകൊണ്ട്? ബിഖദാ ഇല്ല. ആക്സിഡന്റ് ആയി, ബിഖദാ ഇല്ല, അള്ളാഹു കാക്കട്ടെ. മറ്റെന്തെങ്കിലും സംഭവിച്ചു, ബിഖദരില്ലാഹി വഖദാഇ, അത് അനുവദനീയമാണ്, ജായിസ. രണ്ടാമത്തേത് കുറെ തെറ്റ് ചെയ്തു കുറെ കാലം, പിന്നെ ഹിദായത്ത് കിട്ടി, തൗബ ചെയ്തു, ഓനും എന്തു പറയാം? അന്നേരം അള്ളാന്റെ ഖദാ അങ്ങനെ ആയിരുന്നല്ലോ, അൽഹംദുലില്ലാഹ് ഇപ്പൊ രക്ഷപ്പെട്ടു. മൂന്നാമത് ഹറാമാണ്, തെറ്റിലാണ് ഉള്ളത്, ഇഖ്തിയാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഖദാ അല്ലേ, അത് ഹറാമാണ്, അത് പറ്റൂല. അത് ഖൈർ ഷർറിന്റെ കാര്യത്തിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഖാഇദയാണ്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസപ്രകാരം അടിമകളുടെ ഖൈറാവട്ടെ ഷർറാവട്ടെ ഖദരിയാക്കൾ പറയുന്ന പോലെയോ അല്ല, ജബരിയാക്കൾ പറയുന്ന പോലെയോ അല്ല. ഖദരിയാക്കൾ പറഞ്ഞു അള്ളാഹുവിന് ഒരു ഇടപാടും ഇതിലില്ല, അള്ളാഹു അങ്ങനെ ഒന്നും തീരുമാനിച്ചില്ല, സമയാസമയം മനുഷ്യൻ അവന്റെ ചെയ്യുന്നതാണ് തെറ്റ്. ജബരിയാക്കൾ പറഞ്ഞു അടിമയ്ക്ക് ഒരു കൈകടത്തലും ഇല്ല, ഇതൊക്കെ അള്ളാഹ് നേരത്തെ തീരുമാനിച്ച് എഴുതി വെച്ചു, അങ്ങനെ ഇങ്ങനെ വെറുതെ ഒരു യന്ത്രം പോലെ മനുഷ്യൻ പ്രവർത്തിക്കുകയാണ്. അല്ല, അഹ്ലുസുന്ന വൽ പറഞ്ഞു അള്ളാഹു സൃഷ്ടിച്ചതുമാണ്, മനുഷ്യൻ അവന്റെ ഉദ്ദേശത്തോടെ ചെയ്യുന്നതും ആണ്. ഇതാണ് ഖൈറുൽ ഷർറിലുള്ള അഹ്ലുസുന്നയുടെ നിലപാട്. ഉലമാക്കൾ പറഞ്ഞു ومن أهم مسائل القضاء والقدر التي يجب على المسلم, ഒരു മുസ്ലിമിന് വിശ്വസിക്കൽ നിർബന്ധമായ ഖദർ ഖദായിലുള്ള വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അയ്യുമിന ബിഹാ, അതവൻ അംഗീകരിക്കൽ. നമ്മളിപ്പോ പറഞ്ഞ പോലെ അത് വിശ്വസിക്കൽ. എങ്ങനെ? അയ്യുമിന ബിഅന്ന ജമീഅ മാ ഖദ്ദറഹു അല്ലാഹു തആല, അള്ളാഹു എന്തൊക്കെയാണോ ഈ ദുനിയാവിൽ
തീരുമാനിച്ചിട്ടുള്ളത് അത് മുഴുവൻ ഹിക്മതൻ വഅദ്ല, നീതിയുക്തമാണ്. അതേപോലെ അള്ളാഹുവിന് മാത്രം അറിയാവുന്നവന്റെ ഹിക്മത്തോടെയുള്ള തീരുമാനമാണ്. അപ്പം കള്ളെന്ന് പറയുന്ന ഷർറിനെ സൃഷ്ടിച്ചതിലും എന്തുണ്ട്? ഒരു നീതിയും ഒരു ഹിക്മത്തും ഉണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ഇപ്പൊ കുഫർ വലിയ ഷർറാണ്, ഷിർക്ക് വലിയ ഷർറാണ്, അള്ളാഹു കാക്കട്ടെ. അതും ആരുണ്ടാക്കിയതാ? അല്ല ഉണ്ടാക്കിയതാണ്. പക്ഷെ കുഫറും ഷിർക്കും അല്ല ഉണ്ടാക്കിയത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഷർറ് ആയതെപ്പോഴാ? അത് മനുഷ്യൻ ചെയ്തപ്പോഴാണ്. എങ്കിൽ പിന്നെ എന്തിനാ കുഫറും ഷിർക്കും ഉണ്ടാക്കിയത്? അതിനൊരു ഹിക്മത്തുണ്ട്. അഥവാ കുഫറോ ഷിർക്കോ ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ ഗഫാർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിന് അർത്ഥമില്ല, അൽ ഗഫൂർ എന്ന അള്ളാന്റെ ഇസ്മിന് അർത്ഥമില്ല, അർ റഹ്മാൻ റഹീം എന്ന അള്ളാന്റെ ഇസ്മിന് അർത്ഥമില്ല. പൊറുക്കുന്നവൻ, മാപ്പാക്കുന്നവൻ. ഇത് ചെയ്യുമ്പോഴല്ല അള്ള എന്ത് ചെയ്തെടുക്കേണ്ടത്? കൊടുത്തു കൊടുക്കണ്ടേ? അമ്പിയാ മുസ്ലിങ്ങൾ അയക്കേണ്ട കാര്യമില്ല. കുഫറിന്ന് ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? മുസ്ലിങ്ങൾ വരുന്നത്. അയക്കേണ്ട കാര്യമില്ല. കിതാബുകൾ ഇറക്കേണ്ട കാര്യമില്ല. സ്വർഗ നരകം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്തെന്ന തീരുമാനിച്ചുവോ അതിന്റെ പിറകിൽ അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞത്? അൽ ഹക്കീം അൽ അലീം. എല്ലാം അറിയുന്നവനുമാണ്, എല്ലാത്തിന്റെ പിറകിലും ഒരു ഹിക്മത്തുള്ളവനും ആണ്. വല്ലാഹു യഅലം വഅൻതും ലാ തഅലം. അല്ലാഹ് അറിയുന്നവരാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഒന്നും അറിയാത്ത നിങ്ങൾ എല്ലാം അറിയുന്ന ഒരാളുടെ തീരുമാനത്തിൽ വർത്താനത്തിൽ നിൽക്കരുത്. എന്താണോ പറഞ്ഞത് അത് ചെയ്യാം. നന്മ ചെയ്യാൻ പറഞ്ഞു, കൂലി കിട്ടും എന്നുള്ള അർത്ഥത്തിൽ ചെയ്തോളുക. തിന്മ ചെയ്യാൻ പാടില്ല, ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു, ചെയ്യാതിരിക്കുക. ഖലാസ്. അതാണ് നമ്മളോട് പറയപ്പെട്ടിട്ടുള്ള സംഗതി. എല്ലാത്തിന്റെയും പുറകിൽ ഒരു ഹിക്മത്തുണ്ട്, ഒരു ആദരവുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാള്, കാരണം ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, എന്തോ ഒരു കാര്യം സംസാരിച്ചപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി കേട്ടപ്പോ ശിഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അങ്ങയെക്കാളും വലിയ ഒരു ആലിം ഇന്ന് ദുനിയാവിലില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖ്തഅത, പറഞ്ഞത് തെറ്റിയിരിക്കുന്നു. അല്ലാഹു പറയുന്നുണ്ട്, വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. വഫൗഖ കുല്ലി ദീ ഇൽമിൻ, എല്ലാ അറിവുള്ളവന്റെയും മുകളിലുണ്ട് അലീം, മറ്റൊരറിയുന്നവൻ. അത് അല്ലാഹുവാണ്. അതുകൊണ്ട് എന്ത് തീരുമാനമുണ്ടെങ്കിലും അത് അല്ലാഹു. നീതിപൂർണ്ണമാണ്, ഹിക്മത്ത്. ഒരാൾക്കൊരു കണ്ണില്ല, ഒരടിമക്കൊരു കണ്ണില്ല. ആരിഫ് സാറും ജബ്ബാർ മാഷൊക്കെ ചോദിക്കല്ലോ, എന്തിനാ അള്ളാഹു കണ്ണില്ലാത്ത ന്യൂനതയുള്ള മനുഷ്യന്മാരെ സൃഷ്ടിച്ചുട്ടിരിക്കുന്നത്? അനീതിയല്ലേ? ആരാ ചോദിക്കുന്നത്? സമുദ്രത്തിൽ ഒരു കുരുവി വന്ന് കൊക്ക് മുക്കിയാൽ ആ കൊക്കിന്റെ തുമ്പത്തുണ്ടാവുന്ന വെള്ളത്തുള്ളിയുടെ അത്ര പോലും ഇൽമില്ലാത്ത ഒരടിമ ആരാ ചോദ്യം ചെയ്യുന്നത്? അൽ ഹക്കീമുൽ അലീമായ അള്ളാഹുവിനെ. അവർക്ക് മറുപടി ഇല്ല. അവർക്ക് മറുപടി പറയുന്ന നമ്മളും എന്താണ്? അവർക്ക് എന്ത് മറുപടി പറയേണ്ടത്? എന്തുകൊണ്ടൊരുത്തരം അള്ളാഹു കണ്ടുകൊടുക്കുന്നില്ല? വഹുവൽ ഹക്കീമുൽ അലീം. അള്ളാഹ്ക്കറിയാം. അതിന്റെ പിറകിൽ എന്താണോ അള്ളാഹ്ക്കറിയാം. ഒരാൾക്ക് അള്ളാഹു ആൺമക്കളെ മാത്രം കൊടുത്തു, എന്തുകൊണ്ട്? എന്തോ ഹിക്മത്ത് അതിന്റെ ബാക്കിലുണ്ട്. ഒരാൾക്ക് പെൺമക്കള് മാത്രം, ഹിക്മത്തുണ്ട്. ഒരാൾക്ക് ആണും പെണ്ണും മിക്സാക്കി കൊടുത്തു, എന്തുകൊണ്ട്? ഒരു ഹിക്മത്ത് അള്ളാഹ്ക്ക് അറിയുന്ന ഒരു ഹിക്മത്തുണ്ട്. ഒരാൾക്ക് മക്കളെ അള്ളാഹ് കൊടുക്കുന്നില്ല, ഒരു ഹിക്മത്ത് അതിന്റെ ബാക്കിൽ ഉണ്ട്. ഒരാൾ കച്ചവടത്തിന് ഇറങ്ങി, വിജയിക്കുന്നേ ഇല്ല, എന്തുകൊണ്ട്? ഹിക്മത്ത് അള്ളാഹ്ക്ക് എന്തോ ഉണ്ട്, നമുക്കത് അറിയില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? പൊട്ടിയോ അടുത്തേക്ക് പോയിക്കോളാം, അത് പൊട്ടിയോ നിനക്ക് ശരിയാവില്ല, അടുത്തേക്ക് പോയിക്കോളാം. അതെന്തപ്പ അങ്ങനെ പൊട്ടുന്നത്? നമ്മളെ സ്വഭാവങ്ങളെ കാണും, മനുഷ്യന്മാരുടെ സ്വഭാവമില്ല. അള്ളാഹ്ക്കൊരു ഹിക്മത്തുണ്ട്, അതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്തെന്ന തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പിറകിൽ അള്ളാഹ്ക്കൊരു ഹിക്മത്തുണ്ട്. അത് അദ്ലുമാണ്, നീതിപൂർണവും ആണ്. പക്ഷെ നമുക്കറിയില്ല, നമ്മുടെ ഇൽമ് പരിമിതമാണ്, അതുകൊണ്ട് നമുക്കറിയില്ല. وقد ثبت عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ഇത് പഠിക്കാൻ വേണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹുസ്നുൻ. ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമോ സങ്കടമോ നൊമ്പരമോ വന്നാൽ, ഹം എന്ന് പറഞ്ഞ എന്താ അറിയോ?
മനസ്സിനെങ്ങനെ മൂടിക്കെട്ടിക്കിടക്കുന്ന ദുഃഖം. അതായത് അവരുടെ മുഖത്ത് നോക്കി നമുക്ക് മനസ്സിലാവും ആ സങ്കടത്തിന്റെ ലക്ഷണങ്ങൾ മുഖത്തുണ്ടാവും. ഒരു ചിരിമായും സന്തോഷമായും പ്രസരിപ്പ് നഷ്ടപ്പെടും. അതാണ് ഹമ്മ്, ടെൻഷൻ. ഹസൻ അതല്ല, ഇടക്കിടക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം. ഇതാണ് ഹമ്മും ഹസനും തമ്മിലുള്ള വ്യത്യാസം. ഹമ്മങ്ങനെ കൂടിക്കിടക്കും മനസ്സിന്റെ ഉള്ളിൽ, ഇങ്ങനെ എപ്പോഴും. ഇങ്ങനെ ചില മനുഷ്യന്മാരെ കാണില്ലേ, ഒരു പ്രസരിപ്പില്ലാതെ, അത് ഹമ്മാണ്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു, ഫഖാല, അപ്പോൾ അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു ഫി കിതാബിക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്. 11 കാര്യം പറഞ്ഞു. أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. എന്നാരെങ്കിലും പറഞ്ഞാൽ إلا أذهب الله همه وحزنه, അവന്റെ ഹമ്മും ഹുസ്നും അല്ലാഹു പോക്കിക്കളയും. وأبدله مكانه فرحا, അതിന് പകരം ആ സ്ഥാനത്ത് അല്ലാഹു സന്തോഷം നൽകുകയും ചെയ്യും. അർത്ഥം പറയാം. പക്ഷേ ഹദീസ് കേട്ടപ്പം ഫഖീല, ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നതഅല്ലമുഹാ, എന്നാ പിന്നെ ഈ ദുആ നമ്മൾ പെട്ടെന്ന് പഠിക്കട്ടെ. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, എത്രയും പെട്ടെന്ന് പഠിക്കണം. യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, ഈ ഹദീസ് കേട്ടവർക്കെല്ലാം അത് പഠിക്കൽ അനിവാര്യമാകുന്നു എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം എന്താ അറിയോ, അത് നമ്മുടെ ഈമാനും ഖദറിലുള്ള വിശ്വാസം, ഖദാഇലുള്ള വിശ്വാസം, അതെല്ലാം കൂടി ചേർന്ന ഒരടിമയുടെ വിധേയത്വം കൃത്യമായി പറയുന്ന ദുആയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അബ്ദുക്. അപ്പൊ തന്നെ എല്ലാം തീർന്നു. എല്ലാ അഹങ്കാരവും ധിക്കാരവും നിഷേധവും എല്ലാം പോയി. ഞാൻ നിന്റെ അടിമയാകും. എന്താ അബ്ദിന്റെ ശരിക്കുള്ള അർത്ഥം എന്നറിയോ? അറബികള് അബ്ദ് അമത്ത് എന്ന് വിളിച്ചു തുടങ്ങിയത് അവർക്ക് കീഴിൽ അടിമകളെ ഉണ്ടാക്കിയപ്പോഴാണ്. ശരിക്കും അബ്ദ് കൊണ്ടെന്ന് അവരുദ്ദേശിച്ചത് വ്യക്തിപരമായി ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത മനുഷ്യൻ. അതാണ് അബ്ദ്. അറബികളാത്ത അങ്ങനെ തന്നെ. ബിലാൽ മിർബാഹ റളിയല്ലാഹു അൻഹു അബ്ദായിരുന്നു. എണീക്കടാ, എണീച്ചേ പറ്റൂ. ഇരിക്കടാ, ഇരുതേ പറ്റൂ. അതിനപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്തില്ല, അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനത്തെ അബ്ദാവണം നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ. അങ്ങനെയാണോ നമ്മൾ? അള്ളാഹു നമ്മളാക്കി തരട്ടെ. എന്തുകൊണ്ടറിയോ, അംബിയ മുർസലിങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞു, അതെന്റെ അബ്ദാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അപ്പൊ അബ്ദ് ഒരു ഐബുള്ള വാക്കല്ല, ഏറ്റവും വലിയ ഉന്നതമായ പേരാണ് അബ്ദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു പറയുന്നത് എന്താ അറിയോ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം. അങ്ങനെ എന്റെ മുമ്പിൽ അടിമത്തം അർപ്പിച്ചിരിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പേര് വെച്ചിട്ട് വിളിച്ചു ബിഅബ്ദിഹി, എന്റെ അബ്ദിനെ ഞാൻ കൊണ്ടുപോയപ്പോ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് നല്ലൊരു അബ്ദാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞു, റഹ്മാന്റെ അബ്ദുകൾ, അബ്ദാവുണ്ട് ശരിക്കും പറഞ്ഞത്. അതാണ് ഇപ്പോഴും പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, ഞാൻ നിന്റെ ഇപ്പറഞ്ഞ അടിമയാണ്. നീ പറഞ്ഞാൽ എന്താണോ അത്, അതിനപ്പുറത്ത് എനിക്കില്ല. വബിനു അമതിക്, നിന്റെ അടിയാത്തിയുടെ മോനും കൂടി. ഇബ്നു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക്, അതേപോലത്തെ ഒരു അബ്ദിന്റെ മോനാണ് ഞാൻ. വബിനു അമതിക്, ഒരു അടിയാത്തിന്റെ മോനുമാണ്. അപ്പൊ ഞാൻ ഒന്നുമല്ല. എനിക്ക് ദുനിയാവിൽ എന്തുണ്ടെങ്കിലും ഞാനും അടിമ, എന്റെ ഉപ്പയും അടിമ, എന്റെ ഉമ്മയും നിന്റെ അടിയാത്തി. പിന്നെന്താ ഉള്ളത്? അങ്ങനെ വിധേയനായിക്കൊണ്ടുള്ള വാക്കാണ്. തീർന്നില്ല. നാസിയതി, എന്റെ കുടുമ, ഈ പിടുത്തം, ബിയദിക്, നിന്റെ കൈമലാണ്. അപ്പൊ അല്ലാഹുക്ക് എന്തുണ്ട്? കൈയുണ്ട്. എന്റെ പിടുത്തം നിന്റെ കൈമലാണ്. നീ അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് പോകും. എന്റെ ഒന്നുമില്ല. മാബുൻ ഫിയ, എന്നിൽ
കഴിഞ്ഞു പോകുന്നതെല്ലാം ഹുക്മുക്, നിന്റെ വിധിയാണ്. എന്ത് സംഭവിച്ചെങ്കിലും നിന്റെ വിധി മാത്രം. ആദിലുൻ, നീ എന്ത് വിധിച്ചാലും ആദിലുൻ, നീതിപൂർണമാണ്. ഫിയ, എന്റെ വിഷയത്തിൽ. ഖദാഉക, നിന്റെ ഖദാ. എനിക്ക് എന്തില്ല നിന്നോട് പരാതി എന്ന് പറയുന്ന സംഗതിയില്ല. എന്നെ രോഗിയാക്കി, നിനക്കൊരു ഹിക്മത്ത് എന്റെ ബാക്കിലുണ്ട്. എന്നെ കച്ചവടം പൊളിച്ചു, നിനക്കൊരു അതിലുണ്ട്, നീതിയാണിത്. ഞാൻ നിന്നെ കുറ്റം പറയൂല, കാരണം എനിക്കൊന്നും അറിയില്ല, നീ എല്ലാം അറിയുന്നവനാണ്. ഇത് പറയുന്നവൻ അള്ളാന്റെ പൂർണ്ണ അടിമയാണ്. അവനാണ് മനസ്സ് കൊണ്ട് അറിഞ്ഞു പറയണം. അതുകൊണ്ടാണ് ദുആകളെല്ലാം അർത്ഥം ശരിക്കും പറയും. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുന്ന ഏറ്റവും നല്ല വഴി എന്താ? അർത്ഥം അറിയലാണ്. അർത്ഥം അറിഞ്ഞിട്ട് ഫാത്തിഹ ആയാലും സൂറത്തുകളായാലും തസ്ബീഹാത്തുകളായാലും അർത്ഥം അറിഞ്ഞ് പറയുമ്പോഴേ അതിന്റെ ഒരു ഖുർറത്തു ഐൻ നിസ്കാരത്തിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ബംഗാളി തറാവീഹ് നിന്നിട്ട് 2 സഫ് കൂടുതൽ ഓതിയാൽ എന്ത് തോന്നും? ചവിട്ടാൻ തോന്നും. ഇവ നിർത്തുന്നില്ല, ക്ലോക്ക് നോക്കും, പിന്നെ അപ്പുറത്ത് സെക്രട്ടറി ഉണ്ടോ നോക്കും. എല്ലാം നിസ്കാരത്തിലാണ് നടക്കുന്നത്. നിസ്കാരം സലാം പോയിട്ട് ഉടനെ സെക്രട്ടറി ബംഗാളി എന്നെ ഈ ചലയില ദൂസലാവും, ഇവന് ശരിയാവില്ല, വേറെ കൊണ്ടുവരണം. അതെന്തുകൊണ്ടറിയോ? ഇതെന്താ ഒന്നും അറിയില്ല, മാന പഠിക്കണം. അപ്പൊ ഖുർറത്തു ഐൻ കിട്ടും. അല്ലാഹുവേ, ഇന്നി അബ്ദുക്, നിന്റെ അടിമയാണ് ഞാൻ. ഇബ്നു അബ്ദിക്, നിന്റെ അടിമയുടെ മോനാണ്. ഇബ്നു അമതിക്, നിന്റെ അടിയാത്തിയുടെ മോനാണ്. മാദി ഫിയ ഹുക്മുക്, എന്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം നിന്റെ ഖദാ ആണ്. അദ്ലു ഫിയ ഖദാഉക്, നിന്റെ ഖദാ എല്ലാം നീതിപൂർണമാണ്. അസ്അലുക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്ക് എന്തൊക്കെ ഇസ്മുകളുണ്ടോ അതെല്ലാം വെച്ചുകൊണ്ട്. അതാണ് അനുവദിക്കപ്പെട്ട തവസ്സുൽ. നിനക്ക് എന്തൊക്കെ പേരുകൾ നീ വെച്ചിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുകൊണ്ട് അള്ളാഹ്ക്ക് വെച്ച പേരേ പറയാവൂ. അള്ളാഹ്ക്ക് വെക്കാത്ത പേര് നമ്മൾ പറഞ്ഞുകൂടാ. തമ്പുരാൻ അള്ളാഹ്ക്ക് വെച്ച പേരല്ല, പറഞ്ഞൂടാ. പടച്ചോൻ പറഞ്ഞൂടാ. ഒന്നുകിൽ അള്ളാഹ്ക്ക് പറഞ്ഞെന്ന പേര്, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചെന്ന അള്ളാഹിന്റെ പേര്. അതുമല്ലെങ്കിൽ സിഫത്തിനോടോ ഇസ്മിനോടോ ചേരുന്ന അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു പേര്. എങ്ങനെ? രക്ഷിതാവെന്നും പറഞ്ഞോളാം ശരിക്കും പറഞ്ഞാൽ. അതായത് ഇങ്ങനെ പറയാം, അള്ളാഹുവേ, പിന്നെ എന്റെ കച്ചവടത്തെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവനെ. അതല്ലാണ്ട് ഇസ്മായിട്ട് പറയുന്നല്ല, നമ്മള് കൊണ്ടുപോകുന്നവനാണെന്ന അള്ളാഹിനെ പറ്റിയൊരു വിഷയം നമ്മൾ അറിയിച്ചുകൊണ്ട് പറയുന്നതാണ്. അത് ഇസ്മിന്റെ കൂട്ടത്തിൽ കൂട്ടില്ല, അതനുവദനീയമാണ്. എന്നാൽ തമ്പുരാൻ, അത് നമ്മളൊരു വിഷയം അറിയിച്ചുകൊണ്ട് പറയുന്നതല്ല, ഒരു പേരാണ്, ഇസ്മാണ് തമ്പുരാൻ. രക്ഷിതാവ് ഒരു ഇസ്മാണ്, അത് അള്ളാഹ്ക്ക് പറയാൻ പറ്റൂല. ഈശ്വരൻ, ദൈവം ഒന്നും പറഞ്ഞൂടാ. അപ്പൊ നമ്മൾ അന്യമതസ്ഥരോട് പറയുമ്പോൾ പറഞ്ഞോട് പറ്റൂല. അന്യമതസ്ഥരോടായാലും അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മേ പറയാം. അതിന് പറയാം, അല്ല അന്ന് പറഞ്ഞ ഇസ്മല്ലേ. അന്യമതസ്ഥരോട് സംസാരിക്കുന്നത് നമ്മൾ എന്ത് പറയും? ദൈവം. ദൈവം അവരുണ്ടാക്കിയ ശിർക്കായ സംഗതിക്ക് അവരിട്ട പേരാണ്, നമ്മുടെ റബ്ബിന്റെ പേരല്ല അത്. അല്ലാഹ്, സർവേശ്വരൻ. അങ്ങനത്തെ എന്തിനാണ് അല്ലാഹ് എന്നുള്ളൊരു ഇസ്മുണ്ടല്ലോ. അതായത് എന്താ അറിയോ, മലയാളമോ ഇംഗ്ലീഷോ തമിഴോ കന്നഡയോ തെലുങ്കോ ലോകത്തുള്ള കോടിക്കണക്കിന് ഭാഷയാവട്ടെ, ഏത് ഭാഷക്കാരനും മനസ്സിലാവുന്ന പേരാണ് ഏത്? അല്ലാഹ്. അല്ലാഹു എന്ന പരിശുദ്ധ ദാത്തിനല്ലാത്ത ഒരു മഖ്ലൂക്കിനും ഇന്ന് വരെ ദുനിയാവിലെ പേര് വിളിച്ചിട്ടില്ല, ആരും ഇട്ടിട്ടില്ല, ഇനി ആർക്കും ഇടാനും പറ്റൂല. അങ്ങനെ ഉണ്ടല്ലോ, ഇനിയും ഇട്ടൂടെ ഇല്ല, ആർക്ക് സാധിക്കൂല. കാരണം ദുനിയാവിൽ 2 ആൾക്കാർ വന്നു റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഫിർഔനും നമ്രൂദും. 2 റബ്ബ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവരൊന്നും എന്ത് പറഞ്ഞില്ല, അല്ലാഹ് എന്ന് പറഞ്ഞിട്ട റബ്ബ് എന്നുള്ള പേര് വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇലാഹ് എന്നുള്ള പേര് വെച്ചിട്ടുണ്ട്. മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഫിർഔൻ പറഞ്ഞ വാക്കാണ്. പക്ഷെ അല്ലാഹ് എന്ന് ഇടാൻ സമ്മതിക്കൂല. ഒരടിമക്ക് ആ പേര് വരാൻ അല്ലാഹു സമ്മതിക്കൂല. അത് അള്ളാന്റെ ഇസ്മാണ്. അൽ ഇസ്മുൽ അഅ്ദം എന്ന് പറയപ്പെട്ടത് പല ഉലമാക്കളും പറഞ്ഞു അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മാണ് അല്ലാഹ്. അതുകൊണ്ട് അതെന്നെ പറയാ, അല്ലാഹുമ്മ ഇന്നി അസ്അലു ബികുല്ലി ഇസ്മിൻ ഹുവ ലക്. നിന്റെ എന്തൊക്കെ ഇസ്മുകളുണ്ടോ അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൻസൽതഹു ഫീ കിതാബിക്, നിന്റെ കിതാബിൽ നീ ഇറക്കി തന്ന നിന്റെ ഇസ്മു.
ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, അതിലൂടെ നമുക്ക് ആ ഇസ്മ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ ഗൈബിയായ ഇൽമിൽ, മറഞ്ഞ അദൃശ്യ ജ്ഞാനത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ ഇസ്മ ആർക്കും അറിയില്ല, അത് വെച്ചുകൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്ത്? അൻത ജഅല, നീ ആക്കി തരുവാൻ, അൽ ഖുർആന, പരിശുദ്ധ ഖുർആനിനെ, റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിന്റെ വസന്തം. ശരിക്കും വസന്താകുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, ആവണം. ഇഖ്ശിഅറ, അല്ലാഹു പറഞ്ഞ സൂറത്ത് സുമറിൽ ഇഖ്ശിഅറ എന്ന് പറഞ്ഞാൽ രോമാഞ്ചം, അത് ഖുർആനിൽ നിന്ന് കിട്ടണം. അതാണ് റബീഉ ഖൽബ്. വജലാഅ ഹുസ്നി, എൻ്റെ വിഷമത്തെ നീ കത്തിച്ച് കളയണം. വദഹാബ ഹമ്മി, എൻ്റെ ഹമ്മ്, ദുഃഖത്തെ നീ പോക്കിക്കളയണം. ഇതാരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞ്, അബ്ദലഹു മകാനഹു ഫർഹൻ, അത് മാറ്റിയിട്ട് അള്ളാഹു പകരം സന്തോഷം കൊടുക്കും. പക്ഷെ നമ്മൾ സംശയാലുമാണ്, അവൻ നോക്കി കിട്ടുന്നില്ല. ശക്ക് വന്നാൽ പിന്നെ കിട്ടൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദുഉല്ലാഹ് മൂഖിനം ബിൽ ഇജാബ, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെ? എനിക്കെന്താ റബ്ബ് ഉത്തരം തരുമെന്നുള്ള ഉറപ്പോട് കൂടി. അല്ലാണ്ട് കിട്ടൂല. ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് കിട്ടോ ഇല്ലേ, മനം ചോദിച്ചോക്കാം, തരൂല. ഇഹ്തിസാബ്, അതായത് കിട്ടൂ. റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? അഹ്സിനു ظن ബില്ലാഹ്, അഹ്സിനു ظن ബില്ലാഹ്, അള്ളാഹിനെ പറ്റി നല്ല മാത്രം വിചാരിക്കാം. ഞാൻ എത്ര വലിയ പാപി ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ചിലപ്പം എൻ്റെ സബബുകൾക്ക് അപ്പുറത്തുള്ള കാര്യമായിരിക്കും. എൻ്റെ ഉപ്പ പറയുന്നുണ്ട്, എടാ പുര ചോദിക്കുമ്പോൾ കൊട്ടാരം ചോദിക്കണം, കാറ് ചോദിക്കുമ്പോൾ BMW ഓഡിയോ ബെൻസോ എന്താന്ന് വെച്ചാൽ ചോദിച്ചോളണം. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക്, എടാ മാരുതി 800 വാങ്ങാനുള്ള പൈസ എൻ്റെ ഇല്ല, നീ ആ ഓടി ചോദിക്കുന്ന അള്ളാനോട്, ഓൻ്റെ ഉപ്പാനോടല്ല ചോദിച്ചത്. ആരോടാ? റബ്ബുൽ ആലമീനോടാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് മൂഖിനം ബിൽ ഇജാബ. എൻ്റെ റബ്ബ് അതിന് കഴിവുള്ളതാണ്. മറിയം ബിയോട് അല്ലാഹു ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഏ മറിയം, ഇന്നാ നുബശ്ശിറുക ബികലിമ ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം. ഇത് അല്ലാഹു പറയുന്നുണ്ട്, ഈസയെ നിന്റെ മോനായിട്ട് ജനിക്കാൻ പോവാണ്. ഖാലത്ത്, അപ്പോൾ മറിയം പറഞ്ഞു, റബ്ബി അന്നാ യകൂനു ലീ വലദ്, എനിക്കെങ്ങനെ മോനുണ്ടാവും? വലം യംസസ്നി ബശറുൻ, ഒരു പുരുഷൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല, പിന്നെങ്ങനെ ഉണ്ടാവും? സബബ് ഒരിക്കലുമില്ല. ഖാല കദാലികല്ലാഹു യഖ്ലുഖു മാ യശാ. ഒറ്റ മറുപടിയാണ്, അതാണ് അല്ലാഹു ഇഷ്ടമുള്ള പോലെ ചെയ്യും. ആർക്കും ചോദിക്കാനുള്ള അവകാശമില്ല. ഇനിയിപ്പം നാട്ടിലുള്ള താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു ഒരു കൊട്ടാരം കൊടുത്തു, നമ്മൾ ആരോട് ചോദിക്കാം? അല്ലാഹുവിനോടാ. നീ നമ്മൾ ഇത്രയുണ്ടായിട്ട് അമ്മക്കില്ല, ഓനെന്തിനപ്പ കൊടുത്ത്? ഇല്ല, അവകാശമില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് അല്ലാഹു മാറ്റിമറിക്കും എല്ലാം. എന്തും ചെയ്യും. അതുകൊണ്ട് മൂഖിനം ബിൽ ഇജാബ, ഉറപ്പിച്ച് ചോദിച്ചോളണം. എൻ്റെ ഉപ്പ പറയുന്നുണ്ട്, നിനക്ക് കൊട്ടാരം കിട്ടുന്നത് ഖൈറാണെങ്കിൽ റബ്ബത് തന്നിരിക്കും. ഇനി അതല്ല ഒറ്റ റൂമുള്ള ഫ്ലാറ്റാണോ, എന്നാൽ അതേ എനിക്കൊന്നും തരുള്ളൂ, നീ എത്ര ചോദിച്ചാലും. കാരണം അല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ അല്ലാഹു നമുക്ക് ഖൈർ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നിനെ തട്ടി മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ അല്ലാഹു നമുക്ക് ഖൈർ വെച്ചു. അതുകൊണ്ട് ഒരു മുഅ്മിൻ എന്തില്ല? നോ ടെൻഷൻ. ലൈഫിൽ എന്തില്ല? ഇതിൽ പോണ്ട, മോട്ടിവേഷൻ ക്ലാസ്സിലൊന്നും പോണ്ട. എത്ര പൈസ, ഞാൻ ചിലപ്പോൾ വിചാരിക്കും മോട്ടിവേഷനിൽ പോയാൽ നല്ല പൈസ കിട്ടും. ഒരു മണിക്കൂറിന് ₹1,00,000 കൊടുക്കുന്നത്. അവർ പറയുന്നതെല്ലാം ഖുർആൻ ഹദീസും തന്നെ. അതിനൊന്നും പോണ്ട. അൽ ഖദ്റു ബിൽ ഖൈരി വശർ മിനല്ലാഹ്. അതാണ് മുഅ്മിനിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്ത് വന്നാലും ഇതിന് കിട്ടിയാൽ അത് റബ്ബ് ഖൈർ വെച്ചത് കൊണ്ടാണ്. ഇല്ലേ, എനിക്കതിന് ഖൈറില്ല, ഖൈറുള്ള അല്ലാഹു എനിക്ക് തന്നോളും. എപ്പോൾ? സമയമാവുമ്പോൾ തരും. സമയമാകുമ്പോൾ തരും. യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞ് 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 വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം. സങ്കടം കൊണ്ട് കരഞ്ഞിട്ട് കണ്ണ് വെളുത്തുപോയി. ഒരു നബിയല്ലേ, ഇതെല്ലാം അല്ലാഹു കാണുന്നില്ലേ? പക്ഷെ കൊടുക്കാനായില്ല. യൂസുഫിനെ തിരിച്ചു കൊടുക്കാൻ, യൂസുഫിനെ കിട്ടുമെന്ന് യാക്കോബിക്ക് അറിയാം. എന്താ കാര്യം? എന്തുകൊണ്ടറിയാം? സ്വപ്നത്തിലറിയാം. സ്വപ്ന വ്യാഖ്യാനത്തിൽ എന്തുണ്ട്? യൂസുഫ് രാജാവാകുന്നുണ്ട്. അത്
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ഞാൻ അറിയുന്നുണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്വപ്നം വെച്ചിട്ടാണ്. യൂസുഫിനൊരു ഭാവി ഉണ്ട് ആ സ്വപ്നത്തിലൂടെ വ്യക്തമാണ്. കാരണം നബിക്കുള്ള സ്വപ്നമാണ്, അതുകൊണ്ട് വെറുതെ കള്ള സ്വപ്നമല്ല. പക്ഷെ അള്ളാഹ് കൊടുക്കാൻ സമയമായിട്ട. കരഞ്ഞ് അന്ധനായി ബെന്യാമീനും പോയി, പിന്നെ മൂത്ത സഹോദരനും ഈജിപ്ത് പോയി നിന്നു. 3 ആളും നഷ്ടപ്പെട്ടു. അപ്പോഴും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫസബറുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമിഅ. ഭംഗിയായി ക്ഷമിക്കുക, 3 ആളെയും അള്ളാഹു എനിക്ക് തരുമായിരിക്കും. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആയത്ത് പറഞ്ഞപ്പോൾ ഒരു വിഷയം പറഞ്ഞു. യാക്കൂബ് നബിയുടെ സഹോദരൻ, ഒന്നുകിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ, അരുവാവ, ഈ സഹോദരൻ യാക്കൂബ് നബിയെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലടാ നീ അറിയോ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണുള്ളത്, വലിയ പ്രയാസമുണ്ട്, വലിയ സങ്കടമുണ്ട്, 3 ആളെയും നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. അത് യൂസുഫ് പോയി, പിന്നെ ബിന്യാമിൻ പോയി, പിന്നെ ബിന്യാമിനെ തിരിച്ചു കൊട്ടാൻ പറ്റാത്തതുകൊണ്ട് മൂത്ത ആളവിടെ നിന്നു. ജിബ്രീൽ വന്നു. കാരണം അമ്പിയാക്കൾക്ക് തെറ്റല്ല, അബദ്ധങ്ങൾ സംഭവിക്കാം, മാനസികമായ അബദ്ധം വരും, പാപങ്ങൾ ചെയ്യൂല, മാസൂമാണ്. അബദ്ധം പറ്റിയാൽ ഉടൻ എന്ത് ചെയ്യും? തിരുത്തൽ വരും, ഉടനെ തന്നെ പിടുത്തം വരും. ഇത് പറഞ്ഞപ്പം ജിബ്രീൽ, യാ യാക്കൂബ് അല്ലാഹു യഖ്റഉക സലാം, അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്, അലാ തസ്തഹി, യാക്കൂബേ നിനക്ക് നാണമില്ലേ അള്ളാഹിനോട് പറയേണ്ട പരാതി നിന്റെ സഹോദരനോട് പറയുമ്പോൾ? അത് കേട്ടപ്പോഴാണ് യാക്കൂബ് പറഞ്ഞു, ഇന്നമാ അശ്കൂ ബസ്സി വഹസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ സങ്കടം അല്ലാഹുവേ നിന്നോട് മാത്രം ഇതാ പരാതി പറയുന്നു, പരാതി പറയുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമായി. തൊട്ടടുത്ത സീൻ യൂസഫ് കുപ്പായം കൊടുത്തേക്കുന്ന സീനാണ്. ആ ഖുർആൻ ആയത്താണ്, സൂറത്ത് യൂസഫ് പറഞ്ഞതാണ്. നിരാശ മുഅ്മിനില്ല. ഖദർ ഖദാഇൽ വിശ്വസിക്കുന്ന ഒരു അതുകൊണ്ടല്ല ആത്മഹത്യ മുഅ്മിനീങ്ങൾ ചെയ്യാത്ത. മുഅ്മിൻ ആത്മഹത്യ ചെയ്യൂല. ആത്മഹത്യ ചെയ്യൂല എന്ന് പറയാൻ കാരണം, എന്ത് സംഭവിച്ചാലും മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക്. ഇപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ ഇപ്പല്ലേ A+ എല്ലാം വന്നത്. നമ്മളെ കാലത്ത് എന്താ 210 മാർക്കല്ലേ? എനിക്ക് 210 മാർക്കുണ്ട്, പക്ഷെ ഞാൻ തോറ്റിനി. ഏതിനാ പോയെന്നറിയോ? മാത്സ്. അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ അറിയില്ല എന്താണ് ആ സാധനം. അതിനെ കൊണ്ടുള്ള ഒരു ഉപകാരം നമുക്ക് ഉണ്ടായിട്ടില്ല ദുനിയാവിൽ. ആകെ ഉള്ളത് എന്താ, ഇപ്പം ശമ്പളം കിട്ടുമ്പോൾ എണ്ണി നോക്കണം, പിന്നെ എത്ര കുറഞ്ഞു നോക്കണം, കലാസ് കൂട്ടലും കുറക്കലും. ഹരിക്കലോ അത് എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നാലായി ഹരിക്കൽ. പിന്നെ എഞ്ചിനീയർമാർക്കാണ് ചിലപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടാവാം. പിന്നെ എന്തിനാ പഠിച്ചിട്ട് സമയവും പൈസയും കളയുന്നത് മനസ്സിലാകുന്നില്ല. ചെറുപ്പക്കാരോട് ചോദിച്ചൊക്കെ എന്തിന് സമയം കളയുന്നു? മദ്രസ ആകെ 2 ദിവസം, കോളേജിൽ ആഴ്ചക്ക് 7 ദിവസമുണ്ട്, 5-6 മണിക്കൂർ. ആകെ ശനി ഞായർ 1 മണിക്കൂറാണ് മദ്രസ. ഇത് ഉപകാരപ്പെട്ട ഉള്ള സാധനം, മറ്റേത് തീരെ ഉപകാരമില്ലാത്ത സാധനം. ഞാൻ ഗൾഫിൽ പോയി, ബഹ്റൈനിൽ. അവനൊരു ചങ്ങായിണ്ട്, വലിയ മുതലാളി, കണ്ണൂരുകാരൻ. കുറച്ച് കടത്തിലാണ്, അള്ളാഹുദ്ദേ കടമൊക്കെ കൂട്ടി കൊടുക്കട്ടെ. അപ്പോൾ ഒരു MBA കാരനുണ്ട്, കണ്ണൂരിലൊരു ഹിന്ദുവാണ്. ഡബിൾ MBA ഉണ്ട്. എവിടുന്ന്? ലണ്ടനിൽ പോയി എടുത്തിട്ട് വന്നത്. എൻ്റെ അടുത്ത് ഉസ്താദേ ഒന്ന് മൂപ്പരോട് പറയണം, എനിക്കൊരു ജോലിക്ക്. ഞാൻ 10ാം ക്ലാസ്സില്ലാത്തൊരു മനുഷ്യനാണ്. എന്നോട് MBA കാരൻ വന്നിട്ട് എന്ത് ചോദിക്കുന്നു? ജോലി ചോദിക്കുന്നു. ദുനിയാവിൻ്റെ ഗൾഫിൽ അങ്ങനത്തെ എത്ര MBA കാരുണ്ടെന്നറിയും. പഠിച്ച ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമ്മളെ യഖീൻ ഒരു കാരണവശാലും ദുനിയാവിൻ്റെ ഇൽമിലേക്ക് പോകരുത്, ഒരു കാരണവശാലും പോകരുത്. ഈ ഒരു ഇതില്ലേ അജ്ഫാന്റെ മുതലാളിൻ്റെ ഒരു ഇതുണ്ട് യൂട്യൂബിൽ. മൂപ്പര് പറയുന്നു, ബിസിനസ് ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസം വേണ്ട നമുക്ക് പറയും. ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളെ മുസ്ലിം ഉമ്മത്ത് അപകടമാണത്. ഒരു പക്ഷേ തൗഹീദിന് ഡാമേജ് സംഭവിക്കുന്ന ഒരു കാര്യമാണത്. എന്നുവെച്ചാൽ അത് പഠിച്ചാലേ രക്ഷപ്പെടൂ എന്ന വിശ്വാസം വന്നാൽ റാസിഖായ അള്ളാഹുവിലുള്ള യഖീൻ പോയില്ലേ, അത് അപകടമാണ്. എന്നാലോ ഇത് പഠിച്ചാലേ രക്ഷപ്പെടുള്ളൂ. ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്. അത് അറിയണമെങ്കിൽ +1 +2 അല്ലെങ്കിൽ കോളേജൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഓദിപ്പിച്ച് നോക്കണം, ഒരു ഹദീസ് ഒന്ന് പറയിപ്പിച്ച് നോക്കണം. അപ്പോൾ തിരിയും അതിൻ്റെ അപകടം മനസ്സിലാവും. വെരി ഡേഞ്ചർ. അത് ഇനി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറക്ക് നമുക്ക് ഇത്രയെങ്കിലും ഉള്ളതെന്തുകൊണ്ടാണ് അറിയാം. പണ്ട് നമ്മളെ ഉപ്പയും ഉമ്മയും അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നു, മദ്രസയിൽ പോയിട്ടില്ലെങ്കിൽ അന്ന് ചോറില്ല. ഇനി മദ്രസയിൽ ഉസ്താദ് അടിച്ചിട്ട് പരാതി പറഞ്ഞാലോ, എൻ്റെ ഉപ്പ നമ്മൾ അടിച്ചതിന് കണക്കില്ല.
ആ നമുക്ക് കോളേജ് പൂട്ടുമ്പോൾ ടെൻഷനാ. കുടിയിൽ പോകുമ്പോൾ സിംഹത്തിന്റെ വിലക്ക് പോലെ തോന്നുക പുറക്കേക്ക് പോകുമ്പോൾ. അങ്ങനെ നിന്നോ അവര്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പക്ഷെ ഇപ്പോഴത്തെ ഉപ്പമാര് ചങ്ങായിമാരല്ലേ, ബ്രോ ആണ്. ഉപ്പ ബ്രോ, മോനും ബ്രോ. അതുകൊണ്ടൊരു ഗൗരവമില്ല, ദീൻ മറന്നെടുക്കാനും പറ്റുന്നില്ല. പക്ഷെ ഇതിന് വിശ്വാസത്തിന്റെ തകർച്ച വരുന്നുണ്ട്. അതായത് അതുണ്ടെങ്കിൽ അല്ല, പെൺപിള്ളറെ പഠിപ്പിക്കുന്നതിനാ ഭർത്താവിനെ ആശ്രയിക്കാതെ 2 കാലിൽ നിൽക്കാൻ. അപ്പോഴും ഉറപ്പ് യഖീൻ എന്തിനാ? ആ വിദ്യാഭ്യാസത്തിലാണ്. അള്ളാഹുവാണ് റാസിക്കുന്നത്. മക്കള് പെൺപിള്ളർ പ്രസവിക്കാത്ത എന്തുകൊണ്ടാ? അല്ലെങ്കിൽ ആ മക്കൾ തന്നെ ഇപ്പൊ നമുക്ക് 2 മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അള്ളാഹ് എത്ര കൃത്യമായിട്ട് പറഞ്ഞറിയോ? ലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. മക്കളെ കൊന്നു കളയരുത്, നിനക്കും ഓനും ഒക്കെ തരുന്നോ ഞാനാണ്, നീയല്ല. നമ്മുടെ യഖീൻ മാറിപ്പോവാണ്. ദീനി വിദ്യാഭ്യാസത്തിനോട് തീരെ താല്പര്യമില്ല. അത് സലഫ് ഖുറാഫിന്റെ കാര്യം നമ്മൾ പറയില്ല. അവർ ആദ്യം മുസ്ലിം ആവട്ടെ, ഇതല്ലേ ചർച്ചയുള്ളൂ. പറയുന്നത് മുസ്ലിമീങ്ങളായ സലഫികളുടെ കഥയായി പറയുന്നത്. ദീനി വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ ഇപ്പോഴും നമ്മളെ മദ്രസകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഉളവണ്ടെങ്കിലും നമുക്കറിയില്ല, മൊത്തത്തിൽ വളരെ മോശമാണ്. എൻ്റെ മകള് മദ്രസ പഠിക്കുമ്പോൾ പുരക്കുന്ന ഒരു ദിവസം ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഓതുകയാണ് മാരിമേറ്റ് അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു الناس كالفراش മബ്സൂസ്. ഇവളൊന്ന് മബ്ശൂസ്. മോള് ചെറുപ്പം നേരം ഞാൻ ചോദിച്ചു, എൻ്റെ മോളെ ഇതെന്താ? മാം അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ മദ്രസയിലും വിളിക്കുന്നത് തന്നെ മാം, ഉസ്താദ് എന്നല്ല, മാം. അപ്പൊ മാം എന്ന് വിചാരിച്ചു 3 ഉള്ളിലെല്ലാം ഷീനാണ്. അപ്പൊ മാം അങ്ങനെ ഓതി കൊടുത്തു. ആ മേമനെ മദ്രസക്കാര് വെച്ചെന്തിനാ? 3000 കൊടുത്താൽ മതിയല്ലോ. ആണുങ്ങളാകുമ്പോൾ 10,000 കൊടുക്കണ്ടേ? ഇതാണ് അവസ്ഥ. അത് ഞാൻ നേതാക്കന്മാരോട് പറഞ്ഞു ഒരു ദിവസം. അവര് കേട്ടിട്ട് അങ്ങ് വിട്ടു. നമ്മളെ മദ്രസയിൽ വരണം. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനുള്ള ഖദർ ഖദാ ഉള്ള ഒരു ദുആയാണ് ഇപ്പറഞ്ഞ ദുആ. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമുള്ള സംഗതിയാണ് അത് വിശ്വസിക്കൽ. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രം. فهو تعالى يقدر الخير والشر لحكم عظيمة يعلمها. എന്താവട്ടെ, ഖൈറാവട്ടെ ഷർറാവട്ടെ, എന്ത് കാര്യവും അള്ളാഹു തീരുമാനിക്കുന്നത് അതിൻ്റെ പിറകിൽ അവന് മാത്രം അറിയാവുന്ന ഉന്നതമായ ഒരു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വശർറു ബിന്നിസ്ബതി ഇലാ തഖ്ദീരിഹി തആല. അപ്പോൾ ഷർറായ കാര്യം അള്ളാഹുവിന്റെ തഖ്ദീറിലേക്ക് ചേർക്കുമ്പോൾ ഹിക്മത്തുൻ വഅദ്ലുൻ, തെറ്റില്ല, അത് നീതിയുക്തമാണ്. അതേപോലെ അവന് മാത്രം അറിയാവുന്ന ഒരു ഹിക്മത്തോടെ ഉള്ളതാണ്. കള്ള്, വ്യഭിചാരം പോലത്തെ എല്ലാം അള്ളാഹ് സൃഷ്ടിച്ചതിൽ എന്തില്ല? ഷർറില്ല. അതൊരു ഹിക്മത്തോടെ ഉണ്ടാക്കിയതാണ്. എന്നാൽ ഫശ്ശർറുൽ മഹ്ദു ലൈസ ഇലൈഹി തആല, ആ ഷർറ് കൊണ്ടുണ്ടാകുന്ന അപകടം, അതല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദുനിയാവിലുണ്ട മോശത്തരങ്ങൾ ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റൂല. അത് അടിമയിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഷർറിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു സൃഷ്ടിച്ചതാണ്, സംശയമില്ല. പക്ഷെ അത് ചെയ്തതിൽ മനുഷ്യൻ പാപിയാണ്. കാരണം അവനത് തെരഞ്ഞെടുത്തത് കൊണ്ട്. അതാണ് അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ടെന്നില്ല ഒരു ഷർറ് ഷർറാവൂല. അതിന്റെ പിറകിൽ അള്ളാഹുവിന് ഹിക്മത്തുണ്ട്. വയദ്ഖുലു ഫീ ദാലികൽ മആസി വത്വാഅത്ത്, തെറ്റുകളും അതേപോലെ നന്മകളും ഒക്കെ ഈ വിഷയം വെച്ച് നോക്കിയാൽ ഒരു തെറ്റൊരടിമ ചെയ്തു, അള്ളാഹുവിന്റെ ഖദാ ആണ്, അള്ളാഹുവിന്റെ ഖദറാണ് ആ തെറ്റ്. മനസ്സിലായില്ലേ? ആ തെറ്റ് അള്ളാഹു തീരുമാനിച്ചതാണ്, അള്ളാഹു എഴുതിയതാണ്. പക്ഷെ അത് ചെയ്തത് മനുഷ്യൻ അവൻ അള്ളാഹു കൊടുത്ത ഇഖ്തിയാർ ഉപയോഗിച്ച് തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവനുള്ളതാണ്, അള്ളാഹ്ക്കുള്ളതല്ല. ആ ഉത്തരവാദിത്വം അവനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിന്റെ ഇഖാബായി അടുത്ത തെറ്റും അവന് സംഭവിച്ചേക്കാം, പിന്നെ അടുത്ത് വന്നേക്കാം. തൗബ ചെയ്യാത്തിടത്തോളം അതിൽ തന്നെ അവൻ തുറന്നു പോയേക്കാം. അപ്പോൾ അള്ളാഹിനെ കുറ്റം പറയാൻ പറ്റൂല. നീ അത് സെലക്ട് ചെയ്തതിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. നേരെ തിരിച്ച് നന്മയാണെങ്കിലും ഒരു നന്മ ചെയ്തു, നിസ്കാരം സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. പക്ഷെ അത് നിസ്കാരം അടിമക്ക് ഉപകാരപ്രദമായത് എപ്പോഴാണ്? അതവൻ ചെയ്തപ്പോഴാണ്. ആ ചെയ്യാൻ അള്ളാഹിന്റെ തീരുമാനത്തിന് കീഴെ തന്നെ അവൻ സ്വയം വിചാരിച്ചത് കൊണ്ടാണ്. ആ വിചാരത്തിനാണ് നിസ്കാരത്തിന് അള്ളാഹു എന്ത് കൊടുക്കുന്നത്?
കൂലി കൊടുക്കുന്നത്. ആ കൂലിയാണ് ചിലപ്പോൾ അടുത്ത് നന്മ ചെയ്യാനുള്ള തൗഫീഖ്, പിന്നെ അടുത്ത് ചെയ്യാനുള്ള തൗഫീഖ്, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഫൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, യർദാ ബിഖദാഇല്ലാഹി വഖദരിഹി, അല്ലാഹുവിന്റെ ഖദർ ഖദാഇൽ അവൻ പൂർണ്ണ തൃപ്തിപ്പെടുന്നവനായിരിക്കും. ലിഅന്നഹു യുഅ്മിൻ, കാരണം അവൻ വിശ്വസിക്കുന്നു, അന്നഹു അദ്ലുൻ, അത് നീതിയുക്തമാണ്, വഹിക്മ, അല്ലാഹുവിന്റെ ഒരു യഥാർത്ഥ ഹിക്മത്തിന്റെ പിറകിൽ അല്ലാഹു ഉണ്ടാക്കിയതാണ്. വയഅലം, ആ സത്യവിശ്വാസി അറിയും, അന്നമാ അസാബഹു മിൻ മസാഇബിൻ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, വ അംറാദിൻ, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വഗൈറുഹ, അതല്ലാത്തതെല്ലാം, മിമ്മ യക്റഹു അന്നഹു ബിസബബി മക്തസബഹു മിൻ ദുനൂബ്, അവന് വെറുക്കുന്ന, അവൻ ഇഷ്ടപ്പെടാത്ത എന്ത് സംഭവിച്ചാലും ഒരു വിശ്വാസിക്ക് മനസ്സിലാവും അത് സംഭവിച്ചത് ഞാൻ എന്തോ ഒരു ഷർറ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വമാ അസാബകും മിൻ മുസീബത്തിൻ, അല്ല അത് ഓക്കെ ഇല്ല തന്നെ, പക്ഷെ അതിലും എന്തുണ്ട്, നമ്മളെ ഇഖ്തിയാറുണ്ട്. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, എന്തെങ്കിലും മുസീബത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മുസീബത്ത് ഉണ്ടാക്കി ഞാൻ തന്നെ, അള്ളാഹു തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് വരാൻ കാരണം നിങ്ങൾ അവിടെ നിങ്ങളെ ഇഖ്തിയാർ ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പൊ ഒരിക്കലും അള്ളാഹിനെ കുറ്റം പറയാൻ പറ്റൂല. നീ ചെയ്യരുതായിരുന്നു, കാരണം ചെയ്യണോ ചെയ്യണ്ടേന്നുള്ള എന്റെ ഇഖ്തിയാർ നിനക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു, മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. ഒരു നന്മ നീ ചെയ്തു, അള്ളാഹു നിനക്ക് തന്ന ഔദാര്യമാണ്. ഒരു തിന്മ നീ ചെയ്തു, നീ എന്ത് ചെയ്യണ്ട, അള്ളാഹിനെ കുറ്റം പറയണ്ട. തിന്മ ചെയ്യാൻ നീ തീരുമാനിച്ചത് കൊണ്ടാണ് അത് നീ ചെയ്തത്. തിന്മയെ സൃഷ്ടിച്ച ഞാൻ തന്നെ, പക്ഷെ ചെയ്തത് നീയാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതറിയാവുന്ന ഒരു മുഅ്മിൻ അതുകൊണ്ട് തന്നെ പൂർണ്ണ കൃത്യവാനായിരിക്കും. ഖൈറാണോ അവൻ ചെയ്യും, ശർറിൽ നിന്ന് അവൻ അവന്റെ മശീയത്ത് ഉപയോഗിച്ച് മാറി നിൽക്കുകയും ചെയ്യും. മൊത്തത്തില് ഷെയ്ഖ് അബ്ദുല്ലാഹ് ജിബ്രീൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ വസതുൻ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ആകത്തുകയിൽ വസതുൻ, മധ്യമ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടരാണ്. ബൈന ഫിറഖി ദ്വലാൽ, പിഴച്ചുപോയ ആ വിഭാഗങ്ങൾക്കിടയിൽ അഹ്ലുസുന്ന വൽ ജമാഅ മധ്യമ നിലപാടുകാരാണ് അഖീദന്റെ വിഷയത്തിൽ. ഫഹും, അവർ വസതുൻ, മധ്യമ നിലപാട് സ്വീകരിക്കുന്നു. ഫി അസ്മാഇല്ലാഹി വസിഫാത്തി, അല്ലാഹുവിന്റെ ഇസ്മുകളുടെയും സിഫത്തുകളുടെയും വിഷയത്തിൽ. ആർക്കെതിരായിക്കൊണ്ട്? ബൈനൽ മുഅത്തിലതി വൽ മുമസ്സില. മുഅത്തില എന്ന് പറഞ്ഞാൽ ഇസ്മാ സിഫാത്തുകളെ പൂർണ്ണമായും നിഷേധിക്കുന്ന ആളുകൾ. അൽ മുമസ്സില, അല്ലാഹുവിന്റെ അസ്മാഉ വസിഫാത്തിനെ സൃഷ്ടികളുടെ ഇസ്മു സിഫത്തുകളോട് സാദൃശ്യപ്പെടുത്തുന്നവർ. അവർക്കിടയിൽ നിന്നും നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹുവിന്റെ ഇസ്മുകളുണ്ട്, സിഫാത്തുകളുണ്ട്, ഒന്നിനോട് ഉപമിക്കണ്ട, ഒന്നിനോട് വ്യാഖ്യാനിക്കണ്ട, അള്ളാഹ്ക്ക് എങ്ങനെ ചേരുമോ അങ്ങനെ. ഫയുമിനൂന, അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നു, ബിജമീഇ അസ്മാഇല്ലാഹി വസിഫാത്തിഹി, അള്ളാഹുവിന്റെ മുഴുവൻ ഇസ്മുകളിലും സിഫത്തുകളിലും, അസ്സാബിതതി, സ്ഥിരപ്പെട്ടതായ, ഫിൻ നുസൂസി ശർഇയ്യ, ശർഇന്റെ നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ട, ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ ഇസ്മു സിഫത്തുകൾ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുന്നു. വയുമിനൂൻ, നമ്മൾ വിശ്വസിക്കുന്നു, ബി അന്ന ജമീഅ സിഫാത്തില്ലാഹി തആല സിഫാത്തുൻ ഹഖീഖിയ്യത്തുൻ, അല്ലാഹുവിന്റെ എല്ലാ സിഫത്തുകളും യഥാർത്ഥത്തിലുള്ള സിഫത്തുകളാണ്. തലീഖു ബിജലാലിഹി തആല, അല്ലാഹുവിന്റെ ദാത്തിനോട് എങ്ങനെ ചേരുമോ അങ്ങനത്തെ സിഫത്താണ്. നമ്മളത് വ്യാഖ്യാനിക്കൂല. വലാ തുമാസിലു സിഫാത്തൽ മഖ്ലൂഖീൻ, മഖ്ലൂഖിന്റെ സിഫത്തുകളോട് അതിനെ നമ്മൾ ഉപമിക്കുകയും ഇല്ല. അതേപോലെ വഹും ബസത്തുൻ, അഹ്ലുസുന്ന വൽ ജമാഅ മധ്യമ നിലപാട് സ്വീകരിക്കുന്നു. ഫിൽ ഖദാഇ വൽ ഖദരി, ഖദർ ഖദാഇന്റെ വിഷയത്തിലും. ബൈനൽ ഖദരിയ്യതി വൽ ജബരിയ്യ, ഖദരിയാക്കളുടെ വിശ്വാസവുമല്ല ജബരിയാക്കളുടെ വിശ്വാസവുമല്ല. അതിൻ്റെ ഇടയിൽ ഖദരിയാക്കൾ പറഞ്ഞു അള്ളാഹ്ക്ക് യാതൊരു ഇടപാടുമില്ല. ജബരിയാക്കൾ പറഞ്ഞു അടിമക്കൊരു ഇടപാടുമില്ല, എല്ലാം അന്ന് തീരുമാനിച്ചു, അടിമ ഇങ്ങനെ ചെയ്തു പോകുന്നു. ഖദരിയാക്കൾ പറഞ്ഞു അള്ളാഹൊന്നും തീരുമാനിച്ചില്ല, അതാസമയം മനുഷ്യൻ തീരുമാനിച്ച് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു അള്ളാഹു തീരുമാനിച്ചതുമാണ്, എന്നാൽ മനുഷ്യൻ അവന്റെ ഇഖ്തിയാറോട് കൂടി ചെയ്യുന്നതും ആണ്. ഫയുമിനൂൻ, അഹ്ലുസുന്ന വിശ്വസിക്കുന്നു, ബിഅന്നൽ ഇബാദ ഫാഇലൂന ഹഖീഖതൻ, ഇതെല്ലാം ചെയ്യുന്നത് അടിമകൾ തന്നെയാണ്. വഅന്ന ലഹും മശീഅ, അടിമകൾക്ക് ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
തഹ്ത മശീഅത്തില്ലാഹി തആല, പക്ഷെ അല്ലാഹുവിന്റെ മശീഅത്തിന്റെ കീഴിൽ ആണെന്ന് മാത്രം. വഅന്ന അഫ്ആലഹും, അവരുടെ പ്രവർത്തികൾ, അടിമകളുടെ പ്രവർത്തികൾ, വാഖിഅത്തുൻ ബിതഖ്ദീരില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖദർ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അൽ മുതദമ്മിനു ഇൽമുഹു വകിതാബതുഹു ലഹാ വമശീഅതുഹു നാഫിദ ലിവുഖൂഇഹാ വഖൽഖിഹാ ലഹാ. അല്ലാഹുവിന്റെ ഖദറും കിതാബത്തും, ഇന്നലെ പറഞ്ഞു മർക്കനാസ്, അല്ലാഹുവിന്റെ ഇൽമും അവന്റെ കിതാബത്തും അവന്റെ മശീഅത്തും അവന്റെ ഖൽഖും ചേർന്നതായതാണ് ഇവന്റെ എല്ലാ പ്രവൃത്തികളും. അപ്പോൾ നമ്മളാണ് ചെയ്യുന്നത്, പക്ഷെ നേരത്തെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ഈ ചെയ്തതും അള്ളാഹുവിന്റെ മശീഅത്തിന്റെ കീഴിൽ തന്നെയാണ്. ഇനി ഒരുത്തൻ അവസാനമായി എല്ലാ നന്മയും ചെയ്തു, നാളെ ആഖിറത്തിലെത്തി, അവന് സ്വർഗം കൊടുക്കണോ വേണ്ടേ? അള്ളാഹു തീരുമാനിക്കും. ഒരുത്തൻ മൊത്തം തെറ്റ് ചെയ്തു, നരകത്തിൽ കിടത്തണോ വേണ്ടേ? അള്ളാഹു തീരുമാനിക്കും. അത് നമുക്കറിയില്ല. അതുകൊണ്ട് മറ്റേയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്കറിയില്ല. പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെ ചെയ്യാൻ, അത് ചെയ്യുക, ഇത് ചെയ്യരുത്, അത് ചെയ്യാതിരിക്കുക, ബാക്കി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക. ഇതാണ് സത്യവിശ്വാസിയുടെ നിലപാട്. അള്ളാഹു കൃത്യമായി മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.